മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉച്ചവരെ സാമാന്യം അത്യാവശ്യം ഭേദപ്പെട്ട പോളിംഗ്. കനത്ത ചൂടുണ്ടായിട്ടും ഉച്ചയ്ക്ക് 11 മണി വരെ 25.41% പേർ വോട്ട് ചെയ്തു. അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാവരും വോട്ട് ചെയ്യണമെന്നും ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു. आज तीसरे चरण का मतदान है। मैं देशवासियों को विशेष रूप से आग्रह करूंगा कि लोकतंत्र में मतदान ये सामान्य दान नहीं है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രമുഖർ കർണാടകയിൽ വോട്ട് രേഖപ്പെടുത്തി. നിലവിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്നും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വോട്ടർമാരായ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി കടമ ചെയ്യണമെന്ന് പ്രിയങ്ക ഗാന്ധിയും നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഘർഷങ്ങളുണ്ടായി. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ വിവിധ മണ്ഡലങ്ങളും രാവിലെ മുതൽ സജീവമായിരുന്നു. അസമിൽ കനത്ത പോളിംഗാണ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നത്. ഛത്തീസ്ഗഡ്, ഗോവ, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലും ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ബംഗളൂരു, മുംബൈ, ഡൽഹി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.